ഇപ്പോൾ ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കഴുകി ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം, എന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോഴേ ഞാൻ ഇവിടെ ആ മാങ്ങ ചെത്തി പൊളി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈന്തപ്പഴമാണ്, 3 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ മാങ്ങയുടെ ഇടയ്ക്ക് എന്തിന് ഈന്തപ്പഴത്തിന് എന്താ കാര്യമെന്ന്. അതപ്പോൾ കാണിച്ചു തരാം നമുക്ക്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കത് അപ്പോഴേ ഇത് മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോഴീ മിക്സിയിൽ അടിച്ചുകൊണ്ടൊന്ന് മാങ്ങ നമുക്ക് ഈ ഒരു പാൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഇതിപ്പോൾ ഒട്ടും തരിയൊന്നുമില്ല, മാങ്ങ അത്രത്തോളം പഴുത്ത മാങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടി. ഇനി ബാക്കി ഇരിക്കുന്ന പാൽ അത് ഒന്നുകൂടെ മിക്സിയിൽ മിക്സി ഒന്ന് കഴുകി അടിച്ചെടുത്തോണ്ട് വരാം. ഇപ്പോൾ ബാക്കി പാലൂടെ മിക്സിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ സ്റ്റൗ ഒന്ന് കത്തിച്ച് ഇതിൻ്റെ സ്റ്റൗവിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നത് അനന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലാക്കാം. അപ്പോഴത്തേക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കല്ലേ പ്ലീസ്. ഒരു ലൈക്കൊക്കെ ഇടാം കണ്ടു കഴിഞ്ഞ്, ഇഷ്ടപ്പെട്ടാലും. ഇതൊക്കെ സ്ഥിരം കാണുന്ന. അപ്പോഴത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഒരു സാധനം ചേർക്കാനുണ്ട്. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നതിന് ശേഷം കോൺഫ്ലവർ ഒഴിക്കാം. നെയ്യൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആയി വന്നതിന് ശേഷം. ഇപ്പം ഞാൻ വേറെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതേ പറ്റുള്ളൂ നമുക്ക്. ഇനി ഇത് ഒഴിച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോഴാ മാങ്ങയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഒഴിക്കണം. നമ്മൾ പാല് നേരത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അടി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ കലക്കിയിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം. എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറയ്ക്കാം. ഇത് കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. കോൺഫ്ലവർ എല്ലാം ഞാൻ ഒഴിച്ച് കഴിഞ്ഞ് ഇതിന് നല്ലതുപോലെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കവേ നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കാം. കുറച്ച് ദിവസം കൊണ്ട് ചാനലൊന്ന് വീഡിയോ ഒന്നും ഇടുന്നില്ല. തലകറക്കമൊക്കെ ആയിരുന്നു. തലകറക്കം വന്നാലുള്ള അവസ്ഥ അറിയാമല്ലേ. അത് കഴിഞ്ഞൊരു മരണമൊക്കെ ആയിപ്പോൾ ഒരു സഹോദരൻ. ഇപ്പോഴും നമ്മൾ മിക്സ് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരുപാട് കുറുകി നല്ലപോലെ സെറ്റായി വരാനുണ്ട്. അപ്പോഴത്തേക്ക് ഈ സമയം നമ്മൾ ആ ഈന്തപ്പഴം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു 3 ഈന്തപ്പഴം, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം അങ്ങുഞ്ഞ് കിടക്കത്തോളെങ്കിൽ അത് മതി. അങ്ങനെ കിടക്കണം. ഇത് പുഡിങ്ങായി വരുമ്പോഴത്തേക്ക് അങ്ങുഞ്ഞൊരു കറുപ്പ് അടിക്കുന്നത് ഒരു ഭംഗിയായിരിക്കും. ചവച്ച് തിന്നുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഏലക്കയൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. ഏലക്ക വേറെ ഒരു ഇതൊന്നും എസൻസ് ഒന്നും ഒഴിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാംഗോ പുഡിങ്ങാണ്. മാങ്ങയുടെ മണവും രുചിയൊന്നും ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാനിൽ നിന്ന് വിട്ട് വരത്തക്ക ഇതിലായിട്ടുണ്ട്. അപ്പോഴത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഒരു പാത്രം അവിടെ നെയ്യ് തടവി ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാറ്റാം.
ഇപ്പം ഞാനിത് പാത്രത്തിൽ നെയ്യൊക്കെ തടവി ഇതുപോലൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നമുക്ക് കിട്ടി. ഇതിനി ആറുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴും ഇത് ഞാനൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതുപോലെ എടുത്ത് വളരെ ടേസ്റ്റിയായ ഒരു സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം മാങ്ങ ഉണ്ടെങ്കിൽ. അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക് യു.